അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുകളയണമേ. ആമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സാബുവും പിള്ളേരും വന്നില്ലേടി? അങ്ങ് ഗൾഫില് പള്ളിയിലെ വലിയ പുള്ളികളാ. നാട്ടിൽ വന്നാൽ ഒരുത്തരും കുരിശു വരയ്ക്കാൻ കാണില്ല. ഒരു മാസത്തേക്കല്ലേ വരുന്നേ? പിള്ളേർക്ക് 100 കൂട്ടം പണികൾ കാണും. ഓ പിന്നെ കർത്താവിശ്വംശായിക്ക് കൊടുക്കേണ്ട സമയം കൊടുക്കാതെ വേറെന്തൊക്കെ ചെയ്തിട്ട് എന്തെടുക്കാനാടി? കേട്ടോന്നേ, ഞാൻ കുരിശു വരയ്ക്കുമ്പോ നമ്മുടെ അപ്പുറത്തെ സണ്ണിയെ കുറിച്ചാ ആലോചിച്ചത്. അല്ലേലും കുരിശു വരയ്ക്കുമ്പോ നിനക്ക് പല വിചാരം പതിവല്ലേ? അതല്ല മനുഷ്യനെ, അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് എന്നെ ഓർമ്മിപ്പിച്ചതാ. എന്റെ പാറമാതാവേ, ഒരു ഗതി പിടിക്കാത്ത ജീവിതമായി പോയല്ലോ അവന്റേത്. അതെ അതെ, ഹൗസേപ്പ് എത്ര കാര്യമായിട്ടാ അവനെ വളർത്തിയത്. ആദ്യം പൂവലി തുടങ്ങി, പിന്നെ കള്ളുകുടി, ഇപ്പൊ മയക്കുമരുന്നിന് അടിമയായെന്ന് കേട്ടു. ഹൗസേപ്പ് ആകെ പ്രയാസത്തിലാണ്. അപ്പച്ചാ, സോറി, ഞങ്ങൾ അല്പം തിരക്കായിപ്പോയി. സന്ധ്യക്ക് കുരിശു വരയ്ക്കാനെങ്കിലും എത്തേണ്ടടാ. അപ്പച്ച വടക്ക് പറ, ചുമ്മാ എന്നെ അവിടെ പോസ്റ്റാക്കി. അമ്മച്ചി വാ, ഈ അപ്പനും മോനും തമ്മിൽ ഇന്ന് തല്ലിപ്പിരിയുന്ന ലക്ഷണമുണ്ട്. അപ്പച്ചാ, നമ്മുടെ പടിഞ്ഞാറേതിലെ ഔസേപ്പിയേട്ടൻ വഴി തടഞ്ഞു നിർത്തി വർത്തമാനത്തോടെ വർത്തമാനം. പുള്ളിയുടെ മോൻ സണ്ണിയെ കഞ്ചാവ് കേസി പോലീസ് പിടിച്ചത്രേ. ഞാനിതൊന്നും അറിഞ്ഞേയില്ല. അവൻ കുറെ നാളായി തകത്തായിരുന്നു. ഔസേപ്പ് കുറെ കഷ്ടപ്പെട്ട ആ ചെറുക്കനെ പഠിപ്പിച്ചത്. ഇത്രയും പ്രായമായിട്ടും തെണ്ടിത്തിരിഞ്ഞ് തെക്കുവടക്ക് നടപ്പ അവൻ. മക്കളെ, കുരിശ് വരച്ച അപ്പച്ചനും അമ്മച്ചിക്ക് സ്തുതി കൊടുത്തേ. രാത്രി ഒരുപാട് വൈകി, പോയി കിടന്നുറങ്ങ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കൈക്കും കാലിനും ഒക്കെ ഒരു മരവിപ്പ്. ഞാൻ കിടക്കാൻ പോവാ. നമുക്ക് നാളെ ആശുപത്രിയിൽ ഒന്ന് പോകാം, മാത്യു ഡോക്ടറിനെ കാണിക്കാം. നാത്തൂനെ, എല്ലാവരും എന്തിയെ? ഇവിടെ ആർക്കും നേരം വെളുത്തില്ലെന്ന് തോന്നുന്നു. നിന്റെ ചേട്ടായി കുരിശും വരച്ച് കാപ്പിയും കുടിച്ചേച്ച് തോട്ടത്തിലോട്ട് പോയി. പിള്ളേരൊന്നും എണ്ണീറ്റിട്ടുമില്ല. ഈ ചേട്ടായി എപ്പോഴും തോട്ടത്തിലാണോ? എന്നടി കുഞ്ഞമ്മേ ഈ വെളുപ്പക്കാലത്ത്? ഓ, ഒന്നുമില്ല നാത്തൂനെ. നമ്മുടെ ടോമി വെളുപ്പിനെ മീൻ പിടിക്കാൻ പോയപ്പോൾ കുറെ നല്ല മീൻ കിട്ടി. അത് സാബുവിനും പിള്ളേർക്കും കൊടുക്കണമെന്ന് ഒറ്റ നിർബന്ധം. അത് കൊള്ളാലോ, നീ അത് അടുക്കളയിലോട്ട് വെച്ചേക്കെ. നാത്തൂനെ, നമ്മുടെ ഔസേപ്പിയേട്ടൻ സുഖമായിരിക്കുന്നോ? ആ ചെറുക്കൻ
സണ്ണിക്കിപ്പോൾ എങ്ങനെയുണ്ട്? സണ്ണി വലിയ പ്രശ്നത്തിലാടി. അവനാകെ നിരാശയിലും രോഗത്തിലുമാണ്. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? അയ്യടാ, കുഞ്ഞമ്മച്ചിയോ? ഇതെപ്പോ വന്നു? ഞാനേ ആകാശത്തു നിന്ന് പൊട്ടിമുളച്ചൊന്നും അല്ലടി, നമ്മൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടേ. ഓ കുഞ്ഞമ്മച്ചി, പിണങ്ങാതെ, ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുവായിരുന്നു. ഓ പിന്നെ നീ ചുമ്മാ സൂചിപ്പിക്കാതെടി, ഈ കുഞ്ഞമ്മ ഇത് കുറേ കേട്ടതാ. അല്ല കുഞ്ഞമ്മച്ചി, സത്യം. കുഞ്ഞമ്മച്ചിയുടെ അടുത്ത് വന്ന് എനിക്ക് മാർഗംകളി പഠിക്കണമെന്ന് ഇന്നലെയും സാബുവിനോട് പറഞ്ഞതാ. ഞങ്ങളുടെ ഷാർജയില് അഗാപ്പയ്ക്ക് കളിക്കാനാ. എടി നാത്തൂനെ, ദേ ഇവൾക്കിപ്പോ മാർഗംകളി പഠിക്കണമെന്ന്. നീ ഇതുവരെ ഇതൊന്നും പഠിപ്പിച്ചില്ലേ? പിന്നെ ഈ വയസ്സാം കാലത്താ ഞാൻ മാർഗം കളിക്കാൻ പോണത്. ഒന്ന് പോടിയുവേ. ഇതാണ് നസ്രാണികളുടെ കുഴപ്പം. നമ്മുടെ വിശ്വാസവും പാരമ്പര്യവും ഒക്കെ തലമുറ തലമുറയായി കൈമാറണമെന്ന് നമ്മുടെ തറയിൽ പിതാവും പെരുന്തോട്ടം പിതാവും ഒക്കെ എപ്പോഴും പറയാറില്ലേ? എന്റെ ഈശോയെ, അമ്മച്ചിക്ക് മാർഗംകളി അറിയാമോ? അറിയാമോന്നോ? ഇവൾ അടിപൊളിയായി മാർഗം കളിക്കും. പണ്ട് മിഷൻ ലീഗിന്റെ മത്സരങ്ങളിലൊക്കെ ആലീസായിരുന്നു താരം. അമ്മച്ചി, എന്താ ഈ മാർഗം കളി? ദേ, നമ്മുടെ നസ്രാണികളുടെ അനുഷ്ഠാന കലാരൂപങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു നൃത്തരൂപമാണ് മക്കളെ മാർഗം കളി. നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹയുടെ ചരിത്രമാണ് ഇതിന്റെ ഇതിവൃത്തം. നസ്രാണി പെൺകുട്ടികൾ ചട്ടയും മുണ്ടുമൊക്കെ ഇട്ടാ ഇത് കളിക്കാറ്. അമ്മച്ചി, എന്നാ ഒരു 2 സ്റ്റെപ്പൊന്ന് കളിച്ചേ. കുഞ്ഞമ്മയും കളിക്ക്. എടിയേ, ഇച്ചിരി മോരും വെള്ളം ഇങ്ങടുത്തേ. നിങ്ങൾ പോയി കൈയും മുഖവും കഴുകി വാ. മക്കളെന്തേടി? റൂവിയും റോബർട്ടും ഗെയിം കളിക്കുകയാണെന്ന് തോന്നുന്നു. എന്താ അപ്പച്ചാ, വിളിച്ചോ? ഇല്ല മക്കളെ, കാണാനിട്ട് തിരക്കിയതാ. അപ്പച്ച, എനിക്ക് കരിക്ക് വേണം. ഞാൻ കൊണ്ടുവരാം മോനെ. ഇപ്പൊ ഞാനൊന്ന് കൈയും കാലും കഴുകി. ഇതെന്താ അമ്മച്ചി, കള്ളാണോ? എടാ കള്ളാ, നിനക്ക് കള്ളിന്റെ നിറമൊക്കെ അറിയാമോ? പിന്നെ അപ്പച്ചൻ എന്നെ കൂട്ടി കള്ള് ഷാപ്പിൽ പോയിട്ടുണ്ട്. എന്താടാ നീ എന്നെ കുറിച്ച് അപവാദമൊക്കെ പറയുന്നേ? പിള്ള മനസ്സിൽ കള്ളമില്ല. നിങ്ങൾ എന്തിനാ മനുഷ്യ ഇവനെയും കൊണ്ട് ഷാപ്പിൽ പോയത്? എടി ഞാൻ കള്ളു കുടിക്കാൻ പോയതല്ല. പിന്നെ കുർബാനയ്ക്ക് കൊണ്ടുപോയതായിരിക്കും. ഇവന് ഷാപ്പിലെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോ കപ്പയും മീനും കഴിക്കാൻ പോയതാ. സത്യമായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പച്ച, മദ്യം വിഷമാണ്, അത് കുടിക്കരുത്. മദ്യവും മയക്കുമരുന്നും സ്ഥിരമായി ഉപയോഗിക്കുന്നവർ അതിനടിമകളാവും. പിന്നീട് അവർക്ക് അതിൽ നിന്ന് മോചനവും ഇല്ല. ജീവിതം തന്നെ അതോടെ നശിച്ചു പോകും. നമ്മുടെ നാടൻകളൊന്നും അത്രയും പ്രശ്നമില്ലെന്നേ. ഇപ്പോഴത്തെ മാരകമായ ഡ്രഗ്സ് കഴിക്കുന്നവരുടെ ആയുസ് പകുതിയായി കുറയും എന്നാണ് പറയുന്നത്. അപ്പച്ച, എന്തിനാ ഈ കള്ളും മയക്കുമരുന്നും ഒക്കെ കഴിക്കുന്നത്? അതേ, ടെൻഷൻ മാറാൻ. ടെൻഷൻ ഇരട്ടിയാക്കും. കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നവർ അവരുടെ ടെൻഷൻ കൂട്ടുക മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതവും നശിപ്പിക്കും. അമ്മച്ചി, സത്യം. മദ്യം കുടിക്കുന്നത് കൊണ്ട് ഒരു നിരാശയും മാറില്ല. നിരാശ മാറണമെങ്കിൽ പ്രത്യാശ വേണം. പ്രത്യാശ പരിശുദ്ധാത്മാവ് തരും. മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. കർത്താവിനെ ആശ്രയിക്കുന്നവർ കഴുകനെ പോലെ കുതിച്ചു വരും, അല്ലേ അമ്മച്ചി? അതേ മോനെ, എന്റെ കുഞ്ഞുങ്ങൾ നല്ല മക്കളായി വളരണം.
നിങ്ങൾ മദ്യം, കഞ്ചാവ്, മയക്കുമരുന്ന് ഇവയൊന്നും ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യണം. ഇത് വിഷമാണ്. നമ്മളെ ഇത് നശിപ്പിക്കും. അമ്മച്ചി പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ലഹരിയുടെ ഉപയോഗം നിയന്ത്രിച്ചില്ലെങ്കിൽ അടുത്ത തലമുറ നശിച്ചു പോകും. അമ്മച്ചി, ഞാൻ ഇതൊന്നും ഉപയോഗിക്കില്ല. ഉപയോഗിക്കുന്നവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കും. വലുതാകുമ്പോൾ ഞാനൊരു IPS കാരിയാകും. എന്നിട്ട് മയക്കുമരുന്ന് വിൽക്കുന്നവരെ ഒക്കെ തൂക്കി അകത്തിടും. മയക്കുമരുന്നിനെതിരെ ശക്തമായ ഒരു ക്യാമ്പയിൻ ഇവിടെ ഉണ്ടാകണം. പോലീസും സർക്കാരും പൊതുജനങ്ങളും ഇതിനെതിരെ ജാഗ്രതയോടെ പ്രവർത്തിക്കണം. നമ്മുടെ തലമുറയെ ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. എടാ സാബു, എന്റെ അപ്പച്ചൻ തലകറങ്ങി വീണു. നീ ഒന്ന് വാടാ, വേഗം ആശുപത്രിയിൽ എത്തിക്കണം. ആളിന് അനക്കമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിന് നന്മയുണ്ടാവണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹമുണ്ടാവണം. കുടുംബങ്ങളിൽ സ്നേഹമുണ്ടാവണം. നമ്മളൊക്കെ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ. എന്താടാ ഈ ജീൻസും കോട്ടും ഒക്കെ ഇട്ട് എങ്ങോട്ടാ? ഹോ, എന്തൊരു കുശുമ്പ അപ്പച്ച. ജീൻസും കോട്ടും ഇട്ട കാർലോസ് അക്യൂട്ടീസ് വിശുദ്ധനായി. ജീൻസ് ഇട്ട് പെറുവിൽ വൈദികനായി എത്തിയ കൊച്ചൻ ഇന്ന് ലിയോ 14 പാപ്പയായി. ഇതൊന്നും അറിയാതെ ഇവിടെ ഇരുന്നിങ്ങനെ പിള്ളേരെ ചൊറിയാതെ എന്റെ അപ്പച്ച. ചേട്ടാ, ഞാനും വരുന്നു. നീ അപ്പച്ചന്റെ കൂടി ഇരുന്ന് കുരിശ് വരയ്ക്കും. അപ്പച്ച, ഈ ചേട്ടൻ എന്നെ എങ്ങും കൊണ്ടുപോകില്ല. സാരമില്ല മോളെ, വാ അപ്പച്ചന്റെ അടുത്തിരിക്കുക. അപ്പച്ചൻ കഥ പറഞ്ഞു. ചായ, ഞാനും കുഞ്ഞമ്മയും പള്ളിയിൽ പോവുക. ഇന്ന് അവിടെ ജൂബിലി സെമിനാർ ഉണ്ട്. അമ്മച്ചി, ഞങ്ങളും വരുന്നു. ഇന്ന് പ്രവാസി അപ്പസ്തോലന്റെ ഓഫീസിൽ ഒന്ന് പോകണം. പള്ളി കേറിയിട്ട് പോകാം. എന്തിന്റെ ജൂബിലി അമ്മച്ചി? കുഞ്ഞേ, അത് നമ്മുടെ കർത്താവ് ശോമിശിഹായുടെ ജനനത്തിന്റെ 2025 വർഷമായി. അതിന്റെ ജൂബിലിയാ. നമ്മുടെ ഫ്രാൻസിസ് പാപ്പായാണ് പ്രഖ്യാപിച്ചത്. അതിന് നല്ലൊരു വിഷയവും വെച്ചു. അതെന്താ വിഷയം? പ്രത്യാശ. പാപ്പ ഒരു ചെറിയ പുസ്തകവും എഴുതിയിട്ടുണ്ട്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അപ്പോൾ അതാ കാര്യം. ഈ പ്രാവശ്യത്തെ പ്രവാസി അപ്പസ്തോലന്റെ വാർഷികത്തിന്റെ തീമും പ്രവാസികൾ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നാ വെച്ചിരിക്കുന്നത്. എന്താടാ സണ്ണി, നീ ആകെ വല്ലാതിരിക്കുന്നല്ലോ. അച്ചാച്ചൻ മരിച്ചത് പിന്നെ ആകെ നിരാശ അപ്പച്ച. അമ്മച്ചിക്കാണ് തീരെ വയ്യ. എനിക്ക് പണിയൊന്നുമില്ല. കയ്യിലാണെ 5 കാശില്ല. എടാ, നിന്റെ അപ്പൻ ഔസേപ്പ് എനിക്ക് സഹോദരനെ പോലായിരുന്നു. നീ അവന്റെ മകനല്ലേ. ഞാനിവിടെ ആരോഗ്യത്തോടെ ഇരിക്കുന്നിടത്തോളം കാലം നീയും അമ്മയും പട്ടിണി കിടക്കേണ്ടി വരില്ല. നീ പോയി വീട്ടിലേക്കുള്ള സാധനം വാങ്ങിക്കൊടുക്ക. സണ്ണിച്ചായ ഇനി മദ്യപിക്കരുത്. മദ്യം സണ്ണിച്ചായനെ അടിമയാക്കിയാൽ പിന്നെ ജീവിതം പിടിച്ചാ കിട്ടില്ല. എടാ സാവേ, നിനക്ക് ഇവനെ കൂടി ഗൾഫിൽ കൊണ്ടുപോയി വല്ല ജോലിയും വാങ്ങി കൊടുക്കരുതോ? നോക്കാം അമ്മച്ചി. എടാ സണ്ണി, പ്രവാസി അപ്പസ്തോലത്തിന് ഒരു ജോബ് സെല്ലുണ്ട്. അവരോട് പറയാം. നീ വിഷമിക്കാതെ, എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. എടാ മോനെ, നീ വിഷമിക്കണ്ട. എല്ലാം ശരിയാകും. കർത്താവിനെ മുറുകെ പിടിച്ചോ. ആഹാ, ഇതാണപ്പോ ജൂബിലി സന്ദേശമല്ലേ അങ്കിളെ? പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അങ്കിളിനിപ്പോൾ എത്ര പ്രത്യാശകളാ. അപ്പച്ചൻ, അമ്മച്ചി, കുഞ്ഞമ്മച്ചി, പപ്പ, മമ്മി, ചേട്ടായി, പിന്നെ ഞാൻ. അത് മാത്രമല്ല ബാവേ, നമ്മുടെ പ്രവാസി അപ്പസ്തോലറ്റുമുണ്ട്.
കർത്താവാണ് നമ്മുടെ എല്ലാവരുടെയും വലിയ പ്രത്യാശ. അതേ മക്കളെ, ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ നമ്മുടെ പ്രത്യാശയുടെ കേന്ദ്രം ഉദ്ദീതനായ ഈശോ മിശിഹായ. അപ്പച്ച, ഞങ്ങൾ പോയിട്ട് വരാം. പിള്ളേരെ നോക്കിക്കോണേ. നീ പോയിട്ട് വാ മോളെ, ഞങ്ങൾ ഇവിടെ ഒരു പൊളി പൊളിക്കും. അടിച്ചു പൊളിക്കുമെന്നാ അപ്പച്ചൻ ഉദ്ദേശിച്ചത്. കണ്ടോ മോളെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ഈശോയിലാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശയെങ്കിൽ അവിടുന്ന് നമ്മെ കൈവിടില്ല. അതെ അപ്പച്ച, പ്രത്യാശയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്മാനം. അത് നമ്മളെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കും. സണ്ണിക്കൊരു വഴി തെളിഞ്ഞു. എനിക്ക് സന്തോഷമായി. ഇതുപോലെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ ഈ ജൂബിലി വർഷം നമുക്ക് ശക്തി നൽകട്ടെ. പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശരാക്കുന്നില്ല. യെസ്, വി ആർ പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്.